ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആളുടെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ സ്വപ്നം. അപ്പോൾ ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോപ്പർട്ടി വാങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ്, അങ്ങനെയാണ് നമുക്ക് ഭൂമിയെ തരംതിരിക്കാൻ പറ്റുക. കരഭൂമി അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ ചതുപ്പ് എന്ന് പറയുന്ന രീതിക്ക് വരുന്ന ഭൂമികൾ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭൂമിയിൽ വയ്ക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കലായിരിക്കും. അതേസമയം നമ്മൾ വെറ്റ്ലാൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും, അതായത് വയലിലോ ചതുപ്പിലേക്കോ പോകുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ കരഭൂമി, അതായത് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഡ്രൈ ലാൻഡ് ആയിരിക്കും. നമ്മൾ ഭൂമി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കരഭൂമി സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കരഭൂമി വാങ്ങാൻ പറ്റിക്കൊള്ളണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ട്രിവാൻഡ്രത്തിനുള്ള ചില ഭാഗങ്ങളിൽ ക്രീമായിട്ട് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വെറ്റ് ലാൻഡേ കിട്ടത്തുള്ളൂ. പക്ഷേ അവിടെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്രയും ക്രീമായിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്റ്റിനെയാണ് സമീപിക്കേണ്ടത്. ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് റൂൾ അനുസരിച്ച്, അതായത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ അനുസരിച്ച് അവർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നമ്മളെ കാണിക്കും. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ, ഇപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്താണോ അത് ആർക്കിടെക്റ്റുമായിട്ട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്തതിന് ശേഷം അവരുമായിട്ട് ഡിസ്കഷൻസും പലതവണ റിവിഷൻസും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ അതിൽ നിന്നും ക്ലിയർ ചെയ്തെടുക്കുക. ആ പ്ലാൻ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറെ സമീപിക്കുക. ആ സ്ഥലത്താണ് ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് പോലെയുള്ള കമ്പനികൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്.